നമസ്കാരം. കുന്നിക്കോട് ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. മത സൗഹാർദ്ദത്തിന്റെ ഉത്തമമായ കാഴ്ചയ്ക്കാണ് ഇന്ന് ആവണിശ്വരം സാക്ഷ്യം വഹിച്ചത്. നെടുവന്നൂർ താന്നിയപ്പൻകാവ് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ആയില്യം തിരുനാൾ മഹോത്സവത്തോടനുബന്ധിച്ച് ഇന്ന് നടന്ന വർണ്ണാഭമായ ഘോഷയാത്രയ്ക്ക് സ്നേഹപൂർവ്വം ദാഹജലമൊരുക്കി ഒരു നാട് ഒന്നാകെ മാതൃകയാവുകയാണ്. ആവണീശ്വരം നസറത്തുൽ ഇസ്ലാം മദ്രസയുടെയും ജുമാ മസ്ജിദിന്റെയും നേതൃത്വത്തിൽ ഘോഷയാത്രയ്ക്കിടയിൽ പങ്കെടുത്ത ഭക്തജനങ്ങൾക്ക് ദാഹജലം വിതരണം ചെയ്തത്. ജാതിമത ചിന്തകൾക്കതീതമായി മനുഷ്യർക്കിടയിലെ സാഹോദര്യം ഉയർത്തിപ്പിടിക്കുന്ന ഈ കാഴ്ച നാടിൻ്റെ ഐക്യവിളംബരമായി മാറി. ഘോഷയാത്ര പള്ളിയുടെ മുന്നിലൂടെ കടന്നുപോയപ്പോൾ മുതിർന്നവരും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ സജീവമായി ദാഹജല വിതരണത്തിന് പങ്കാളിയായി. നാടിൻ്റെ ഉത്സവങ്ങൾ എല്ലാവരുടെയുമാണെന്ന വലിയ സന്ദേശമാണ് ആവണീശ്വരത്തെ ഈ കൂട്ടായ്മ ഇന്ന് ലോകത്തിന് പകർന്നു നൽകുന്നത്. വരും തലമുറയ്ക്ക് മാതൃകയാക്കാവുന്ന ഇത്തരം നന്മകൾ കൊണ്ട് ധന്യമാവുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട നാട്. കേവലം ഇവിടെ വിതരണം ചെയ്യപ്പെട്ടത് ഒരു ദാഹജലം മാത്രമല്ല, മറിച്ച് സ്നേഹത്തിന്റെ സൗഹാർദ്ദത്തിന്റെ പാലം പണിയുന്ന ഒരു തെളിനീരുറവ കൂടിയാണ് ഇവിടെ വിതരണം ചെയ്യപ്പെട്ടത്. നമ്മുടെ നാടുകളിലൊക്കെ ഇന്നറിയാം, വർഗീയതയും വിദ്വേഷവും ഒക്കെ പ്രചരിക്കുന്ന സമയങ്ങളും അവസ്ഥകളൊക്കെയാണ്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ആവണീശ്വരം എന്ന് പറയുന്ന ഈ പ്രദേശം തീർത്തും പരസ്പര സൗഹാർദ്ദത്തിന്റെയും സ്നേഹത്തിന്റെയും അന്തരീക്ഷത്തിൽ നിലകൊള്ളുന്ന ഒരു നാടാണ് ഈ ആവണീശ്വരം. നമ്മളുടെ പള്ളിയിൽ നടക്കുന്ന പ്രാർത്ഥനകളിലൊക്കെയും എപ്പോഴും ഞങ്ങളുടെ സഹോദരങ്ങളായ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥന നടത്താറുണ്ട്. അതുപോലെയാണ് ഞങ്ങളുടെ സഹോദരങ്ങളായ മറ്റ് മതസ്ഥരും അവരുടെ ദേവാലയങ്ങളിൽ ഞങ്ങൾക്ക് പ്രാർത്ഥന നടത്തുമെന്നാണ് വിശ്വസിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള ഈ ഒരു സൗഹാർദ്ദ അന്തരീക്ഷവും സ്നേഹവും എല്ലാം അവസാന നാൾ വരെയും നിലനിൽക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ ഇന്നിവിടെ നടന്ന ഘോഷയാത്രയ്ക്കും ആ ഉത്സവത്തിനും എല്ലാവിധ ആശംസകളും ഭാവുകങ്ങളും പ്രത്യേകമായി നേരുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി കുന്നിക്കോട് ലൈവ് പേജ് ഫോളോ ചെയ്യുക.